ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റിയും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഉൾവശം നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് കേട്ടോ, പുറമേ കുറച്ച് മുരുമുരാന്നും കൂടി ഉണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇഡലി മാവാണ് കേട്ടോ. അപ്പം നമ്മൾ ഉഴുന്ന് ആട്ടി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അപ്പം ആ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ബാക്കി വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആട്ടി വെക്കുമ്പോഴോ ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കണേ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഇത്രയും ഒരു ലൂസായിട്ടുള്ളൊരു മാവാണ് കേട്ടോ. അപ്പം എത്രത്തോളം കട്ടിയുള്ള മാവാണോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തത് ഒരു 1.5 കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 1.5 കപ്പ് മാവ് കൊണ്ട് തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറയെ പലഹാരം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം വെച്ചാൽ അതിനനുസരിച്ചുള്ള മാവ് എടുത്താൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള പൊടിയായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് കടിക്കുമ്പോൾ എരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതും പൊടിയായിട്ട് വേണം അരിയാൻ കേട്ടോ. അപ്പോൾ സവോളയും ഇഞ്ചിയും ഇതുപോലെ കണ്ടില്ലേ, നല്ലോണം ഒന്ന് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാനിതാ നമ്മുടെ ഇഡ്ഡലി മാവുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മുഴുവനും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. ഒരു 1/4 ടീസ്പൂണോ ഒരു 1/2 ടീസ്പൂണോ എടുക്കുക. അപ്പം ഞാനിതൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, അപ്പം ഞാൻ നുള്ളു ഉപ്പ് ചേർക്കുന്നുള്ളൂ. നമ്മുടെ ഈ ഒരു ബാറ്ററിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പം ഞാനിപ്പോൾ നമ്മൾ ഈ സവോളയും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരിക്കും. അപ്പം ഞാനൊരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ ആ ഒരു ഇത് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു മാവ് ഒന്ന് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് എടുത്ത മാവിൻ്റെ ലൂസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഈ അരിപ്പൊടിയുടെ അളവ് വരുന്നത് കേട്ടോ. അപ്പം ആദ്യം ഞാനിതാ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു മാവ് ഇത്തിരി ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പം അത്രയും ലൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബാറ്ററിലേക്ക് എത്ര പൊടി വേണ്ടി വന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പം ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഒറ്റയടിക്ക് ഒരേ സ്ഥലത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട് കട്ടായി പോവരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതാ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മാവ് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം ഈ ഒരു പാകത്തിലാണ് മാവ് കിട്ടേണ്ടത്. കണ്ടോ, ഒത്തിരി കട്ടിയായിട്ടുള്ള ഒരു മാവല്ല, അതുപോലെ വല്ലാണ്ട് അങ്ങോട്ട് ലൂസിലും അല്ല കേട്ടോ. നമുക്ക് സ്പൂൺ വെച്ച് കോരി ഇടുമ്പോഴും ഇങ്ങനെ ചാടും. അപ്പം ആ ഒരു പരുവത്തിലുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ അതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഡ്ഡലി മാവാണ്, നല്ല സൂപ്പറായിട്ട് തന്നെ അത് പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാൻ ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി വലുപ്പത്തിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നുള്ളിട്ട് കൊടുത്താൽ തന്നെ അത് പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാനിതാ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ നല്ല ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് നല്ലോണം ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഞാനൊന്ന് ഇട്ട് കൊടുത്തു. അപ്പം അത് നല്ലോണം കണ്ടാൽ പൊരിഞ്ഞ് അത് നല്ല പൊങ്ങി വന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൽ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ സ്പൂണാകുമ്പോൾ നമുക്കൊരു പാകം കിട്ടൂല, ഒത്തിരി കൂടുതൽ ഇതിൽ എണ്ണയിൽ വിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു പലഹാരം പൊങ്ങി വരുന്ന കണ്ടില്ലേ. അപ്പം ഇതിൽ നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇഡലി മാവ് ഉഴുന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ അത് പൊങ്ങി വരും. അപ്പം അത് ഇട്ട് കൊടുത്ത് നമുക്ക് എണ്ണ നല്ലോണം തിളച്ച് കിടക്കുന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവും. അപ്പം അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. 2 വശം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. നമുക്ക് മൊരിഞ്ഞ് കിട്ടുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മൊരിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഇത്രത്തോളം മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്ന് കോരി മാറ്റാണ്. അപ്പോൾ അത് ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം എണ്ണ ഒന്നും കുടിക്കൂല. കണ്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, മുരുമുരാന്നുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. നമ്മൾ ചോറ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല പൊങ്ങി വരുന്നത് കാണാണ്ടെന്ന് വിചാരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. അത് പൊങ്ങി വരും. അപ്പോൾ അതും 2 ഭാഗവും നല്ലോണം നമുക്ക് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ കോരി മാറ്റാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനും ഞാനിതാ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. 1.5 കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിലുമാണ് ചെയ്തത്. എന്നിട്ട് നമുക്കിതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് എത്രത്തോളം സ്നാക്സ് വേണം അതിനനുസരിച്ചിട്ടുള്ള മാവ് എടുത്താൽ മതി. 1.5 കപ്പ് എടുത്താൽ തന്നെ ഇത്രയും കിട്ടും. അപ്പോൾ കണ്ടോ, നല്ല പഞ്ഞി പോലെ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. കണ്ട പുറമെ ഒരു ക്രിസ്പിനെസ്സും അതുപോലെ ഉള്ളിൽ നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കട്ടി മാവ് ആവരുതിട്ട്. കട്ടിയിലുള്ള മാവ് ആയിട്ടുണ്ടെങ്കിൽ ഉള്ളു വെന്ത് കിട്ടൂല. അപ്പം ഞാൻ കാണിച്ചിട്ടുള്ള അതേ ഒരു പാകത്തിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇഡലി ബാറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ലൂസൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്താൽ തന്നെ നമുക്ക് മാവ് ഒരു പാകമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ളവർ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിച്ചെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ലേശം മയണൈസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ചിന്നൂന് മയണൈസ് നല്ല ഇഷ്ടം കേട്ടോ. സനമോള് പിന്നെ സോസ് കൂട്ടിയാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് ലേശം മയണൈസ് ഉണ്ടാക്കി. അപ്പം അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല മുരുമുര എന്നുള്ളതും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇപ്പം ഞാനിന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.